സ്നേഹമുള്ളവരെ, ഒരു നല്ലൊരു നോമ്പുകാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വിശുദ്ധമായ ഭസ്മത്തിന്റെ തിരുനാളാകുന്ന വിഭൂതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിലൂടെ ദൈവം നൽകിയ ദാനങ്ങളെക്കുറിച്ചും തിരിച്ചറിയുവാൻ, അതിന് ദൈവത്തിന് നന്ദി പറയാനും വന്നുപോയ കുറവുകളെ തിരുത്തി കുറെ കൂടി നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കാനും ഒക്കെ ഈ നോമ്പുകാലം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നുള്ളത്. ഒരിക്കലൊരു സന്യാസി, ആ സന്യാസിയുടെ മുമ്പിൽ വന്ന് ഒരു ഭിക്ഷാടകൻ വന്ന് കൈനീട്ടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാണ്ഡത്തിൽ തപ്പുമ്പോൾ അവസാനം ഒരു ചില്ലിക്കാശ് മാത്രമാണ് കിട്ടുന്നത്. അവസാന ചില്ലിക്കാശ് ഈ ഭിക്ഷാടകന്റെ കയ്യിൽ കൊടുത്തിട്ട് ഈ സന്യാസി മുന്നോട്ട് പോവാണ്. കുറച്ചു കഴിയുമ്പോൾ ഈ സന്യാസി കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് വാവിട്ട് കരയുന്നുണ്ട്. കൂടെ നിൽക്കുന്ന സഹസന്യാസി ചോദിക്കുന്നുണ്ട്, അല്ലയോ സന്യാസി ശ്രേഷ്ഠ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? നിങ്ങളുടെ അവസാനത്തെ ആ തുട്ടും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് കൊണ്ടാണോ? അദ്ദേഹം പറഞ്ഞു, അല്ല, എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഞാനും എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ഭിക്ഷയാണല്ലോ എന്ന് തിരിച്ചറിയുമ്പോൾ അവനെ നോക്കി കരയാനല്ലാതെ എനിക്കൊന്നും സാധിക്കുന്നില്ലല്ലോ. ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് തിരിച്ചറിയുന്നിടത്ത്, എല്ലാം ദൈവം തന്നതാണെന്ന് തിരിച്ചറിയുന്നിടത്ത് നന്ദിയുടെ കണ്ണുനീരുകൾ എവിടെയോ പൊഴിയുന്നുണ്ടെന്നുള്ളത്. ഈ നോമ്പുകാലം സമ്മാനിക്കേണ്ട ഏറ്റവും കൃപ ഇത് തന്നെയാണ്. നെറ്റിയിൽ വരയ്ക്കുന്ന കുരിശ് നിന്നെ ഓർമ്മിപ്പിക്കുന്നത് നിന്റെ യാത്ര ഈ ഭസ്മം വരെയുള്ളൂ, നിന്റെ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് രണ്ട് ചിന്തകളുണ്ടാവും. ഇനി എന്തിന് എന്നോർത്ത് നിരാശപ്പെടാം, അല്ല ഈ തന്ന ഈ ജീവിതം ഭാരമാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. നമുക്ക് വളരെ സുപരിചിതനായ ഒരു വ്യക്തിയാണ് നാരായണത്വം ഭ്രാന്തൻ. അദ്ദേഹത്തെ ഭ്രാന്തൻ എന്നല്ല, ബുദ്ധിമാൻ എന്ന് തന്നെ വിളിക്കണം. ഉരുട്ടിയ കല്ലുകൾ മുകളിൽ കൊണ്ടുപോയി മലമുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ അത് നോക്കി ചിരിക്കുകയല്ല. ജീവിതം ഇത്രയേ ഉള്ളൂ, ഓരോരുത്തരും തന്റെ പരിശ്രമം കൊണ്ട് ജീവിതം മുഴുവൻ ഇങ്ങനെ ഉരുട്ടിക്കയറ്റി പലതും താഴേക്ക് വീണ് സങ്കടപ്പെടുമ്പോൾ അതിനെ നോക്കി ചിരിക്കാൻ കഴിയുന്നവനെ ജീവിതത്തിൽ വിജയിക്കും എന്നൊരു പുണ്യപാഠം അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാവാത്തവൻ അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നുണ്ട്. ഈ ഭസ്മത്തിന്റെ തിരുനാൾ തന്നെയാണ്. പൊടിയായത്, ചാരമായത് നമുക്ക് ഇത്രമാത്രം വിലയില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതിന് വിലയുള്ളതാക്കുന്ന ഒരു തിരുനാൾ. ഈ ഒരു ദിവസത്തെ നമ്മുടെ ഏറ്റവും വലിയ ചിന്ത അതാവട്ടെ, നമ്മുടെ ജീവിതം ഇത്രയേ ഉള്ളൂ. അരടി മണ്ണിലേക്കുള്ള യാത്ര നമ്മുടെയൊക്കെ മരണമണികൾ എവിടെയോ അടിക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ് തന്ന ജീവിതത്തിന്, കിട്ടിയ പുണ്യങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് കരങ്ങളുയർത്തി അവിടുത്തെ പക്കൽ കണ്ണുനീരോടെ ആയിരിക്കാം. ഈ ഒരു ദിവസത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കുറെ കൂടി നന്ദിയുള്ള, നന്മയുള്ള ഹൃദയത്തോടുകൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ നോമ്പിന്റെ ആരംഭം നമുക്ക് കുറിക്കാൻ കഴിയട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതി.